നമസ്കാരം, ചലഞ്ചറാപ്പിന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് കൃതികളും അതിന്റെ കഥാപാത്രങ്ങളും അതിന്റെ എഴുത്തുകാരും ആരെന്നൊക്കെയാണ്. അതായത് LDC 3rd സ്റ്റേജിനൊക്കെ തൃശ്ശൂർ, പത്തനംതിട്ട അതിനൊക്കെ കുറച്ച് അടി, കരിക്കോട്ടക്കരി, പുറ്റ് അങ്ങനെ നമ്മൾ കേട്ട് പരിചയമില്ലാത്ത കഥാപാത്രങ്ങളും കഥകളും പേരുമാണ് ചോദിച്ചിരുന്നത്. PSC കുറച്ച് അപ്ഡേറ്റഡ് ആയിട്ട് പുതിയ പുതിയ ബുക്കുകളും പുതിയ നോവലിലെ പുതിയ കഥാപാത്രങ്ങളും ചോദിക്കുന്നുണ്ട്. അപ്പൊ അത് കുറച്ച് പേർക്ക് അറിയില്ല. നിങ്ങൾ കേട്ടിട്ടില്ലാത്ത കുറച്ച് നോവലുകളുടെ പേരാണ് നമ്മളിതിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് നേരെ പോവാം. ആദ്യത്തേത് മീശ. അത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, അവാർഡൊക്കെ പഠിക്കുമ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. മീശ എഴുതിയത് ഹരീഷ് ആണ്. അതിൽ കഥാപാത്രത്തിന്റെ പേരാണ് വാവച്ചൻ. അപ്പൊ മീശ എഴുതിയത് ഹരീഷ് ആണ്, അതിൽ കഥാപാത്രത്തിന്റെ പേരാണ് വാവച്ചൻ. അപ്പൊ എനിക്ക് തോന്നുന്നു അത് തൃശ്ശൂരിൽ എക്സാമിന് ചോദിച്ചിട്ടുണ്ട് എന്ന് തോന്നുന്നു. അപ്പൊ അത് വാവച്ചനാണ്. അപ്പൊ മീശ, ഹരീഷ്, വാവച്ചൻ. അപ്പൊ മീശ നമുക്കറിയാം, അവാർഡ് കിട്ടിയത് കൊണ്ട് നമുക്ക് അറിയായിരിക്കും. അതുപോലെ തന്നെ അടിയാള പ്രേതം PF മാത്യൂസ് ആണ് എഴുതിയത്. അതിൽ കുറച്ച് കഥാപാത്രങ്ങൾ ആരൊക്കെയെന്ന് നോക്കാം. ഉണ്ണിച്ചക്കൻ, അച്ചമ്പി മാപ്പിള, കുഞ്ഞു മക്കോദ, കാപ്പിരി മുത്തപ്പൻ. ഇതിൽ ഏതെങ്കിലും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇപ്പൊ കൂടുതലും ചേരുംപടി ചേർക്കുകയാണ് ചോദിക്കുന്നത്, കഥയും കഥാപാത്രങ്ങളും. ചിലപ്പോൾ എഴുത്തുകാരുടെ പേരും ചോദിക്കുന്നുണ്ട്. അപ്പൊ ഒന്ന് നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ കോഡുകൾ വെച്ചോ അതിനെ പെട്ടെന്ന് ഓർത്തിരിക്കാൻ പറ്റും. നിങ്ങൾക്ക് അറിയുന്ന ആൾക്കാരുടെ പേരൊക്കെ വെച്ചിട്ട് ഒന്ന് കോഡ് വെച്ചിട്ട് ഓർത്തിരിക്കാൻ ശ്രമിക്കുക. മീശ ഹരീഷ് ആണ്, കഥാപാത്രം വാവച്ചനാണ്. അതുപോലെ തന്നെ അടിയാള പ്രേതം PF മാത്യൂസ് ആണ് എഴുതിയത്. ഉണ്ണിച്ചക്കൻ, അച്ചമ്പി മാപ്പിള, കുഞ്ഞു മക്കോദ, കാപ്പിരി മുത്തപ്പൻ ഇവരാണ് അതിലെ പ്രധാന കഥാപാത്രങ്ങളാണ് നമ്മൾ പറഞ്ഞു പോകുന്നത്. അതുപോലെ തന്നെ കരിക്കോട്ടക്കരി, എനിക്ക് തോന്നുന്നു അതും തൃശ്ശൂരിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ചേരുംപടി ചേർക്കാനായിട്ട്. സ്റ്റേജ് 3 മൂന്നാമത്തെ LDCയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. കരിക്കോട്ടക്കരി വിനോയ് തോമസ് ആണ് എഴുതിയത്. അതിന്റെ പ്രധാന കഥാപാത്രം ഇറാനിമോസ് ആണ്. ഇറാനിമോസ്. അപ്പം കരിക്കോട്ടക്കരി, വിനോയ് തോമസ്, ഇറാനിമോസ്. അപ്പം കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള പേരാണ്. അപ്പൊ ഓർത്തിരിക്കാൻ പെട്ടെന്ന് പറ്റും. അതുപോലെ തന്നെ അടുത്ത നോവൽ ഏതാന്ന് വെച്ചാൽ നിരീശ്വരനാണ്. ഭാസ്കരൻ സഹീർ, ആന്റണി ഭാസ്കരൻ സഹീർ. ആന്റണി ABC അങ്ങനെ പഠിച്ചാൽ മതി. ആന്റണി ഭാസ്കരൻ സഹീർ. അപ്പൊ നിരീശ്വരൻ എഴുതിയത് PF മാത്യൂസ് ആണ്. അതിലെ കഥാപാത്രങ്ങൾ ആന്റണി, ഭാസ്കരൻ, സഹീർ. എങ്ങനെയെങ്കിലും ഒന്ന് ഓർത്തു വയ്ക്കാൻ ശ്രമിക്കാം. അതുപോലെ അടി, അതും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അടി എഴുതിയത് ഷിനിലാൽ ആണ്. അതിൽ പ്രധാന കഥാപാത്രം ഫിലിപ്പോസ് ആണ്. അതുപോലെ തന്നെ പ്രേമനഗരം. അപ്പൊ അത് നിങ്ങൾ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. പ്രേമനഗരത്തിന്റെ കുറച്ച് റീലുകളും മറ്റു കാര്യങ്ങളും. അതുപോലെ തന്നെ റാം കെയർ ഓഫ് ആനന്ദി, അങ്ങനെയൊക്കെ കുറച്ച് സോഷ്യൽ മീഡിയയിൽ കുറച്ച് ട്രെൻഡിങ് ആയിട്ടുള്ള ബുക്കുകളും കൂടി നോക്കി വെച്ചേക്കാം. അപ്പൊ പ്രേമനഗരം അത് എഴുതിയത് ബിനീഷ് പുതുപ്പണമാണ്. അതിൽ പ്രധാന കഥാപാത്രങ്ങൾ നീലു, മാധവ് ആണ്. അപ്പൊ മീശ എഴുതിയത് ഹരീഷ് ആണ്. അതിന്റെ കഥാപാത്രം വാവച്ചനാണ്. അടിയാള പ്രേതം എഴുതിയത് PF മാത്യൂസ് ആണ്. അതിലെ പ്രധാന കഥാപാത്രങ്ങൾ ഉണ്ണിച്ചക്കൻ, അച്ചമ്പി മാപ്പിള, കുഞ്ഞു മക്കോദ, കാപ്പിരി മുത്തപ്പൻ ഇവരൊക്കെയാണ്. അതുപോലെ തന്നെ കരിക്കോട്ടക്കരി എഴുതിയത് വിനോയ് തോമസ് ആണ്. അതിന്റെ പ്രധാന കഥാപാത്രം ഇറാനിമോസ് ആണ്. അതുപോലെ നിരീശ്വരൻ PF മാത്യൂസ് ആണ് അതിന്റെ കഥാകാരൻ. അതിന്റെ കഥാപാത്രങ്ങൾ ആന്റണി, ഭാസ്കരൻ, സഹീർ. അതുപോലെ അടി എഴുതിയത് ഷിനിലാൽ ആണ്. കഥാപാത്രത്തിന്റെ പേര് ഫിലിപ്പോസ് ആണ്. അതുപോലെ പ്രേമനഗരം ബിനീഷ് പുതുപ്പണമാണ് എഴുതിയത്. കഥാപാത്രങ്ങളുടെ പേര് നീലു, മാധവ്. അടുത്ത് നോക്കാം. അടുത്തത് ചട്ടമ്പി ശാസ്ത്രം എന്നാണ്. എഴുതിയത് കിങ് ജോൺസ് ആണ്. അതിലെ കഥാപാത്രങ്ങൾ പിന്റോ ഗീവർഗീസ്, പട്ടാണി അസീസ്. ചട്ടമ്പി ശാസ്ത്രം കിങ് ജോൺസ് ആണ് എഴുതിയത്. പിന്റോ ഗീവർഗീസും പട്ടാണി അസീസുമാണ്. അടുത്തത് പുറ്റാണ്. പുറ്റ് എഴുതിയത് വിനോയ് തോമസ് ആണ്. അതിലെ പ്രധാന കഥാപാത്രം ജെർമിയാസ് പോൾ ആണ് അതിലെ പ്രധാന കഥാപാത്രം. അപ്പൊ പുറ്റ് എഴുതിയത് വിനോയ് തോമസ് ആണ്. അതിലെ പ്രധാന കഥാപാത്രം എന്ന് പറയുന്നത് ജെർമിയാസ് പോൾ ആണ്. അതുപോലെ അടുത്തൊരു നോവലാണ് യുദ്ധാനന്തരം എഴുതിയത് റിഹാൻ റാഷിദ് ആണ്. പ്രധാന കഥാപാത്രങ്ങള് ഫാരിസ്, സോയ, ബായത്തൂർ ആണ്. അപ്പോ യുദ്ധാനന്തരം റിഹാൻ റാഷിദ് ആണ് എഴുതിയത്. ഫാരിസ്, സോയ, ബായത്തൂർ. അടുത്ത നോവൽ മുതലാണ്. മുതൽ എഴുതിയത് വിനോയ് തോമസ് ആണ്. അതിന്റെ പ്രധാന കഥാപാത്രങ്ങൾ സുധീഷ് നിലാവ്, പൂമരത്തിൽ ആശാൻ. അപ്പോ ഒന്ന് ഓർത്തു വെച്ചേക്ക. ചെറിയ ഒരു എന്തെങ്കിലും കോഡ് വെച്ച് നിങ്ങൾ ഓർത്തിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇനിയുള്ള എക്സാംസിന് ഏതായാലും ഡിഗ്രി ആയാലും എന്ത് എക്സാമിനായാലും ഇത് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ മുതൽ എഴുതിയത് വിനോയ് തോമസ് ആണ്. സുധീഷ് നിലാവ്, പൂമരത്തിൽ ആശാൻ ഇവർ രണ്ടുപേരും പ്രധാന കഥാപാത്രം. അടുത്തത് 4-5 ചെറുപ്പക്കാർ എഴുതിയത് GR ഇന്ദുഗോപനാണ്. പ്രധാന കഥാപാത്രങ്ങളായി വരുന്നത് അജേഷ്, സ്റ്റെഫിഗ്രാഫ്, മരിയാന. ഇത് ഓർത്തിരിക്കാൻ ഒരു എളുപ്പമുണ്ട്. ഇത് സിനിമയാവുന്നുണ്ട്. അപ്പം ഇത് സിനിമയാവുമ്പോൾ പൊന്മാൻ എന്നാണ് അതിന്റെ പേര്. ബേസിൽ ജോസഫ് ഒക്കെയാണ് അതിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അത് വെച്ചിട്ട് ഒന്ന് ഓർത്തിരിക്കാൻ പറ്റും. അപ്പൊ 4-5 ചെറുപ്പക്കാർ GR ഇന്ദുഗോപനാണ്. അജേഷ്,
സ്റ്റെഫിഗ്രാഫ് മരിയൻ. അജേഷ് ആയിട്ട് ബേസിൽ ജോസഫ് ആണ് വരുന്നത്. അപ്പൊ നിങ്ങൾ അറിഞ്ഞു കാണും, അതിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ബേസിൽ ജോസഫ്, ലിജിമോൾ അവരൊക്കെയാണ് വരുന്നത്. അപ്പോ അതൊന്ന് ഓർത്ത് വെച്ചേക്കുക. ചട്ടമ്പി ശാസ്ത്രം എഴുതിയത് കിങ് ജോൺസ് ആണ്. അതിലെ പ്രധാന കഥാപാത്രങ്ങളായി വരുന്നത് പിന്റോ ഗീവർഗീസും പട്ടാണി അസീസുമാണ്. അതുപോലെ തന്നെ അടുത്തതാണ് പുറ്റ് എഴുതിയത് വിനോയ് തോമസ് ആണ്. പ്രധാന കഥാപാത്രം ജെർമിയാസ് പോൾ. അതുപോലെ യുദ്ധാനന്തരം എഴുതിയത് റിഹാൻ റാഷിദ് ആണ്. അതിന്റെ കഥാപാത്രങ്ങൾ ഫാരിസ്, സോയ, ബായത്തൂർ. അതുപോലെ മുതൽ എഴുതിയത് വിനോയ് തോമസ് ആണ്. സുധീഷ് നിലാവ്, പൂമരത്തിൽ ആശൻ. വിനോയ് തോമസിന്റെ 3-4 നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതുപോലെ 4-5 ചെറുപ്പക്കാർ GR ഇന്ദുഗോപനാണ് എഴുതിയത്. പ്രധാന കഥാപാത്രം അജേഷ്, സ്റ്റെഫിഗ്രാഫ് മരിയാനയാണ്. 4-5 ചെറുപ്പക്കാർ ഞാൻ പറഞ്ഞു, അത് സിനിമയാണ്, അത് സിനിമ ആവുന്നുണ്ട്. അപ്പൊ ഓർത്ത് വെച്ചേക്കാം. അപ്പൊ നിങ്ങക്ക് ഇത് ഈ ഇപ്പൊ പറയുന്നതൊന്നും നിങ്ങൾക്ക് റാങ്ക് ഫയലിൽ നിന്നോ പ്രത്യേകിച്ച് വേറെ ഒരു സോഴ്സിൽ നിന്നും കിട്ടാൻ ചാൻസ് ഇല്ലാത്ത സാധനങ്ങളാണ് ഞാൻ പറയുന്നത്. അപ്പൊ അതൊന്ന് എഴുതി വെച്ച് എന്തെങ്കിലും ഓർത്ത് വെക്കുകയൊക്കെ ചെയ്യാം. അടുത്തത് മരണവംശം എഴുതിയത് PV ഷാജികുമാർ ആണ്. അതിന്റെ കഥാപാത്രങ്ങൾ ആരൊക്കെയാന്ന് ചോദിച്ചാൽ ഭാസ്കരൻ, ചന്ദ്രൻ, കള്ളൻ കോമൻ. ഭാസ്കരൻ, ചന്ദ്രനൊക്കെയാണ് അതിന്റെ പ്രധാന കഥാപാത്രങ്ങൾ. മരണവംശം PV ഷാജികുമാർ ആണ്. കഥാപാത്രങ്ങളായി വരുന്നത് ഭാസ്കരൻ, ചന്ദ്രൻ, കള്ളൻ കോമൻ. അതുപോലെ ഘാതകൻ നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടാവും. KR മീരയാണ്. സത്യപ്രിയ, അതായത് നമ്മുടെ ഗൗരി ലങ്കേഷ് ഒക്കെ മരിച്ചതിന് കുറച്ച് ദിവസം ശേഷം നടക്കുന്ന ഒരു കഥയൊക്കെയാണ്. അപ്പൊ ഒരുപാട് പേര് വായിച്ചിട്ടുള്ള കഥയാണത്. അപ്പൊ ഘാതകൻ KR മീരയാണ്. അതിലെ പ്രധാന കഥാപാത്രമായി വരുന്നത് സത്യപ്രിയയാണ്. അതുപോലെ കാലുടിഞ്ഞ പുണ്യാളൻ എഴുതിയത് ഷനോജ് R ചന്ദ്രനാണ്. അന്ന, സാവിയോ പുണ്യാളൻ അവരൊക്കെയാണ് ഇതിന്റെ പ്രധാന കഥാപാത്രങ്ങൾ. അതുപോലെ വിലായത്ത് ബുദ്ധ അതും എഴുതിയത് ആര് തന്നെയാണ്? GR ഇന്ദുഗോപനാണ്. പ്രധാന കഥാപാത്രങ്ങൾ മോഹനൻ, ഭാസ്കരൻ മാഷാണ്. അതുപോലെ തന്നെ അടുത്തതാണ് IIT മദ്രാസ് എഴുതിയത് KV മണികണ്ഠനാണ്. അതിൽ പ്രധാന കഥാപാത്രങ്ങൾ എന്ന് പറയുന്നത് ശിവകാമി, വർഗീസ് കാട്ടാളനാണ്. അപ്പം IIT മദ്രാസില് ഒരാള് മരിക്കുന്നു, അത് കണ്ടുപിടിക്കാനായിട്ട് റോയിൽ ഒരു ഉദ്യോഗസ്ഥൻ വരുന്നു. അതൊക്കെയാണ് ഇതിലൊരു കഥ. അപ്പൊ നിങ്ങൾക്ക് ഈ ബുക്കുകളൊക്കെ വായിക്കാൻ പറ്റുമെങ്കിൽ വായിക്കുക. ഇപ്പൊ നമ്മൾ സ്ഥിരമായിട്ട് ചോദിക്കുന്നത് ബഷീർ, തകഴി അങ്ങനെയുള്ളവരുടെ ബുക്കുകളാണ്, ഉറൂബ്. അപ്പൊ അതൊക്കെ നമ്മൾ വായിച്ചിട്ടുള്ളത് കൊണ്ട് നമുക്ക് പേരുകൾ പെട്ടെന്ന് കിട്ടി, അല്ലെങ്കിൽ സിനിമ കണ്ടിട്ടുള്ളത് നമുക്ക് പേരുകൾ പെട്ടെന്ന് കിട്ടും. അപ്പൊ ഇതൊക്കെ ഫുൾ ഇരുന്ന് വായിക്കാനല്ല പറയുന്നത്, വായിക്കാൻ പറ്റുമെങ്കിൽ വായിക്കാം. അപ്പൊ നമുക്ക് ആ പേരുകൾ ഓർത്തിരിക്കാൻ പറ്റും. അപ്പൊ മരണവംശം എഴുതിയത് PV ഷാജികുമാർ ആണ്. അതിന്റെ കഥാപാത്രങ്ങൾ ഭാസ്കരൻ, ചന്ദ്രൻ, കള്ളൻ കോമൻ. അടുത്തത് ഘാതകനാണ് എഴുതിയത് KR മീരയാണ്. അതിന്റെ പ്രധാന കഥാപാത്രം സത്യപ്രിയയാണ്. ഞാൻ പറഞ്ഞു ഗൗരി ലങ്കേഷുമായിട്ടുള്ള ബന്ധപ്പെട്ട കഥയാണ്. അടുത്ത് കാലുടിഞ്ഞ പുണ്യാളൻ ഷനോജ് R ചന്ദ്രൻ. കഥാപാത്രങ്ങൾ അന്ന, സാവിയോ പുണ്യാളൻ. അതുപോലെ അടുത്തത് വിലായത്ത് ബുദ്ധ എഴുതിയത് ആര് തന്നെയാണ്? GR ഇന്ദുഗോപനാണ്. പ്രധാന കഥാപാത്രങ്ങൾ മോഹനൻ, ഭാസ്കരൻ മാഷാണ്. അതുപോലെ IIT മദ്രാസ് KV മണികണ്ഠൻ. കഥാപാത്രങ്ങൾ ശിവകാമിയും വർഗീസ് കാട്ടാളനുമാണ്. അടുത്തത് പൊനം KN പ്രശാന്തിന്റെയാണ്. ശേഖരൻ, മാധവൻ, ഗണേശൻ. ഇതുപോലെ ഒരുപാട് പേരുകളുണ്ട്, ഭാസ്കരൻ, മാധവൻ. അപ്പൊ അത് മാറിപ്പോവരുത്, ഒന്ന് ഓർത്ത് വയ്ക്കുക. എന്തെങ്കിലും കോഡ് വെച്ചിട്ട് പഠിക്കാൻ ശ്രമിക്കുക. പൊനം KN പ്രശാന്ത്. കഥാപാത്രങ്ങൾ ശേഖരൻ, മാധവൻ, ഗണേശനാണ്. ഒരു കാസർഗോഡ് പശ്ചാത്തലത്തിൽ നടക്കുന്ന ഒരു കഥയാണിത്. അതുപോലെ തന്നെ കപ്പിത്താന്റെ ഭാര്യ എഴുതിയത് ബിപിൻ ചന്ദ്രനാണ്. പ്രധാന കഥാപാത്രങ്ങൾ ആനിയമ്മയും റോസ്ലിയുമാണ്. അതുപോലെ കാന്തമല ചരിതം വിഷ്ണു MC ആണ് അതിന്റെ ഓതർ. അയ്യപ്പന്റെ പശ്ചാത്തലം, ശബരിമല പശ്ചാത്തലത്തിലുള്ള ഒരു കഥയാണ്. അപ്പൊ അതിന്റെ കഥാപാത്രം അയ്യപ്പൻ എന്ന് കൊടുത്തിരിക്കുന്നുള്ളൂ. അപ്പൊ അത് ശബരിമലയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ശബരിമല പശ്ചാത്തലം വരുന്ന ഒരു കഥയാണ് കാന്തമല ചരിതം. അതുപോലെ മനുഷ്യനൊരു ആമുഖം, അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നിങ്ങൾ പഠിച്ചിട്ടും ഉണ്ടാവും. മനുഷ്യന്റെ ആമുഖം എഴുതിയത് സുഭാഷ് ചന്ദ്രനാണ്. അതിൽ പ്രധാന കഥാപാത്രങ്ങൾ ആരൊക്കെയാണെന്ന് വെച്ചാൽ നാറാപിള്ള, ജിതേന്ദ്രൻ, ആൻമേരി, ചിന്നമ്മ. എല്ലാവരും പറയുമ്പോൾ ജിതേന്ദ്രന്റെ പേര് മാത്രമേ പറയുന്നുള്ളൂ. അപ്പൊ നമ്മൾ കുറച്ചുകൂടി എല്ലാവരുടെയും ഇവിടെ ഏതാ ചോദിക്കുന്നത് നമുക്ക് അറിയാൻ പറ്റില്ല, ആരുടെ പേരാണ് PSC ചോദിക്കുന്നത്. അതുകൊണ്ടാണ് കുറച്ചുകൂടി പേരുകൾ പറഞ്ഞിരിക്കുന്നത്. നാറാപിള്ള, ജിതേന്ദ്രൻ, ആൻമേരിയും ചിന്നമ്മയാണ് മനുഷ്യനൊരു ആമുഖത്തിലെ പ്രധാന കഥാപാത്രം. അതുപോലെ തന്നെ V ഷിനിലാൽ ആണ് എഴുതിയത്. V ഷിനിലാൽ. കഥാപാത്രങ്ങൾ വീരേശൻ, അയ്യൻ. അത് നമ്മുടെ അഗസ്ത്യാർകൂടവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ഒരു കഥയാണ്. എഴുതിയത് V ഷിനിലാൽ ആണ്. കഥാപാത്രങ്ങളായിട്ട് വരുന്നത് വീരേശൻ, അയ്യൻ ഒക്കെയാണ്. അതുപോലെ ഒരിക്കൽ ഒരുവിധം എല്ലാവരും വായിച്ചിട്ടുണ്ടാവും. N മോഹനൻ ആണ്. അദ്ദേഹത്തിന്റെ ഒരു ആത്മകഥാപരമായിട്ടുള്ള ഒരു കഥയാണ് ഒരിക്കൽ.
അതിലെ കഥാപാത്രം അതിന്റെ മെയിൻ ആള് അദ്ദേഹം തന്നെയാണ്. മോഹനൻ, രാമചന്ദ്രൻ, ONV കുറുപ്പ്, ലളിതാംബിക ഇവരൊക്കെയാണ് അതിലെ പ്രധാന കഥാപാത്രങ്ങളായി വരുന്നത്. അത് അദ്ദേഹത്തിന്റെ ആത്മകഥയാണ്. നമ്മുടെ തിരുവനന്തപുരത്ത് നടന്ന അദ്ദേഹം പഠിച്ചതും യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിച്ചതും അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടൊരു കഥയാണ്. ഒരുപാട് പേര് വായിച്ചിട്ടുള്ള കഥ തന്നെയാണ്. അപ്പൊ ഒരിക്കൽ N മോഹനാണ് എഴുതിയത്. കഥാപാത്രം അദ്ദേഹം തന്നെയാണ്. മോഹനൻ, രാമചന്ദ്രൻ, നമ്മുടെ ONV കുറുപ്പ്, ലളിതാംബിക അന്തർജനം ഇവരൊക്കെ കഥാപാത്രങ്ങളായി വരുന്നുണ്ട്. അടുത്ത് നിങ്ങൾക്ക് അറിയുന്ന കുറച്ച് കാര്യങ്ങളാണ്. അപ്പൊ ഇത്രയും ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഒരിടത്തൊന്നും കിട്ടാൻ ഒരു ചാൻസും ഇല്ല. അപ്പൊ അത് എന്തായാലും വേറെ നിങ്ങൾ റാങ്ക് ഫയലിൽ നിന്ന് ഇതൊന്നും കിട്ടത്തില്ല. വേറെ സോഴ്സുകൾ വഴി നിങ്ങൾക്ക് ഇത് കിട്ടാൻ ഒരു ചാൻസും ഇല്ല. അപ്പൊ ഇത് പഠിച്ചു വെച്ചേക്ക്. ഇപ്പൊ ഇതൊക്കെയാണ് ഇപ്പൊ നിങ്ങൾക്ക് അറിയാലോ, ഈ കഴിഞ്ഞ എക്സാമുകളിൽ ഇതൊക്കെയാണ് കൂടുതൽ. ഇനി ചിലപ്പോൾ ചോദിക്കാതിരിക്കാം. അപ്പൊ ഈ വരുന്ന എക്സാംസിനൊക്കെ എന്താണ് ഇതുപോലുള്ള പുതിയ കഥാപാത്രങ്ങളും പുതിയ നോവലുകളും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അതിൽ നിന്നായിരിക്കും ഇനി ചോദിക്കാൻ ചാൻസ് ഉള്ളത്. അപ്പൊ നിങ്ങൾക്ക് ഇനിയും ഇതുപോലത്തത് വേണമെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് ടോപ്പിക്കാണ്, അതായത് വേറെ റാങ്ക് ഫയലുകളിൽ നിന്നും ബാക്കിയുള്ള സ്ഥലങ്ങളിൽ നിന്നും കിട്ടാത്ത ഏതെങ്കിലും ഒക്കെ വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യാൻ, നമ്മൾ അത് വീഡിയോ ചെയ്യാം. അപ്പൊ ഇതൊന്ന് ഓർത്ത് വെച്ചേക്കുക, എഴുതി വെക്കുക, എങ്ങനെയാണെങ്കിൽ അതൊന്ന് പഠിച്ചു വെക്കുക. അപ്പൊ ഇത്രയും നമ്മൾ കേട്ടിട്ടില്ലാത്ത കഥകളാണ്. ഇനിയിപ്പോ ഉള്ളതെന്ന് പറഞ്ഞാൽ MDയുടേത്, ബെന്യാമിൻ്റെത്, ഉറൂബിൻ്റെത്, അങ്ങനെ ഒരുപാട് കഥകൾ. ബഷീറിന്റെ ഒക്കെ ഒരുപാട് ചോദിക്കാറുണ്ട്. ഖസാക്കിന്റെ ഇതിഹാസം, OV വിജയന്റെ ഒരുപാട് കഥകൾ ചോദിക്കാറുണ്ട്. ഖസാക്കിന്റെ ഇതിഹാസം ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ്. എനിക്ക് തോന്നുന്നു തിരുവനന്തപുരം LDCക്കും അത് തന്നെയാണ് ചോദിച്ചത്. അപ്പം അതിൽ നിന്ന് അതൊക്കെ നിങ്ങൾക്ക് അറിയാം. നിങ്ങൾക്ക് റാങ്ക് ഫയലിലും പല കാര്യങ്ങളിലും കിട്ടുന്നുണ്ട്. എന്നാലും ഞാൻ അതൊന്നുകൂടെ പറയുകയാണ്, കുറെ പേർക്ക് അറിയില്ല. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ എന്തെങ്കിലും അവാർഡ് കിട്ടുന്നു, അപ്പം സാഹിത്യ അവാർഡ്, കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ, കേരള സാഹിത്യ അക്കാദമി, അയലാർ അവാർഡ് എന്തെങ്കിലും കിട്ടുമ്പോൾ മാത്രമാണ് നമുക്ക് ആ പുതിയ കഥകൾ, പുതിയ നോവലുകളുടെ പേര് നമുക്ക് അറിയാൻ പറ്റുന്നത്. അല്ലാതെ ആരും അറിയുന്നില്ല. മീൻസ് പഴയ കഥകൾ തന്നെയാണ് നിങ്ങൾ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് പുതിയ കുറച്ച് പേരുകൾ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നത്. അപ്പം ഓടയിൽ നിന്ന് P കേശവദേവ്, ലക്ഷ്മി പപ്പു നിങ്ങൾക്ക് അറിയുന്ന കാര്യം തന്നെ, എന്നാലും ഞാൻ ഒന്നുകൂടെ പറയുന്നുള്ളൂ. ഓടയിൽ നിന്ന് P കേശവദേവാണ് എഴുതിയത്. അതിന്റെ പ്രധാന കഥാപാത്രങ്ങൾ വരുന്നത് ലക്ഷ്മി, പപ്പു ആണ്. അടുത്തത് അറബിപ്പൊന്ന്, MDയും NPയും കൂടെ ചേർന്ന് എഴുതിയ ഒരു കഥയാണത്. അതിൽ പ്രധാന കഥാപാത്രമായി വരുന്നത് കോയയാണ്. അത് ആടുജീവിതം, ബെന്യാമിൻ നജീബ്, അത് പ്രത്യേകം പറയേണ്ടതില്ല, എല്ലാവർക്കും അറിയുന്നതാണ്. അതുപോലെ തന്നെ ആരാച്ചാർ, KR മീര, ആരാച്ചാർ കാതകൻ. അപ്പൊ പേര് രണ്ടും ഏറെക്കുറെ സെയിം ആണ്. അപ്പൊ അതെന്താണ്, രണ്ടും എഴുതിയത് KR മീര തന്നെയാണ്. അതില് സത്യപ്രിയയായിരുന്നു, ഇതില് ചേതനയാണ്. അടുത്ത N മകജെ. അപ്പൊ N മകജെ എല്ലാവരും കേട്ടിട്ടുണ്ട്. അംബികാസുധൻ മാങ്ങാടാണ്. നീലകണ്ഠനാണ് പ്രധാന. അപ്പൊ ഈ എൻഡോസൾഫാന്റെ ഒക്കെ പശ്ചാത്തലം വരുന്ന ഒരു കഥയാണ് N മകജെ, അംബികാസുധൻ മാങ്ങാട്. കഥാപാത്രമായി വരുന്നത് നീലകണ്ഠനാണ്. അതുപോലെ ഖസാക്കിന്റെ ഇതിഹാസം, PSC സ്ഥിരം ക്വസ്റ്റ്യനാണ് ഖസാക്കിന്റെ ഇതിഹാസം. OV വിജയനാണ് എഴുതിയത്. പ്രധാന കഥാപാത്രങ്ങൾ അപ്പുക്കിളി, രവി, അള്ളാപ്പിച്ച മൊല്ലാക്ക. പിന്നെയും വരുന്നുണ്ട് മൈമൂന, അങ്ങനെ കുറച്ച് കഥാപാത്രങ്ങൾ പിന്നെയും വരുന്നുണ്ട്. അതുപോലെ കടൽ തീരത്ത് OV വിജയൻ, വെള്ളായിയപ്പൻ, അതും PSCയുടെ ഒരു സ്ഥിരം ക്വസ്റ്റ്യൻ ആണ്. സുഗന്ധി എന്ന ആണ്ടാൾ ദേവനായിക. അപ്പൊ അതിന് അവാർഡൊക്കെ കിട്ടിയതുകൊണ്ട് ആ പേരും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. TD രാമകൃഷ്ണനാണ് എഴുതിയത്. അതിന്റെ കഥാപാത്രങ്ങൾ കുറച്ച് എളുപ്പമാണ്, അതിന്റെ പേരിൽ നിന്ന് തന്നെ നമുക്ക് അറിയാൻ പറ്റും. സുഗന്ധിയും, ദേവനായികി, ചോളമനൻ ഇവരൊക്കെയാണ് ഇതിലെ കഥാപാത്രങ്ങൾ. അടുത്ത മഞ്ഞ് MD ആണ്. വിമല, സുധീർ മിശ്ര, സർദാർജി. കാലവും MD തന്നെയാണ്. അതിൽ സേതുവും സുമിത്രയുമാണ് പ്രധാന കഥാപാത്രങ്ങൾ. മതിലുകള് ബഷീറാണ്. നാരായണിയും ബഷീറും ഇപ്പം നമുക്ക് സ്ഥിരമായി അറിയുന്നതാണ്, നമ്മൾ സിനിമ കണ്ടിട്ടുണ്ടാവും. നാരായണിയായിട്ട് KPC ലളിതയുടെ സൗണ്ടും ബഷീറായിട്ട് മമ്മൂട്ടിയുമാണ്. അതുപോലെ ബാല്യകാലസഖിയും സിനിമയുണ്ട്. ബാല്യകാലസഖി ബഷീർ, മജീദ്, സുഹ്ര. പ്രേമലേഖനവും ബഷീറിന്റെ തന്നെയാണ്. സാറാമ്മയും കേശവൻ നായർ, അത് നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും. സുഗന്ധി എന്ന ആണ്ടാൾ ദേവനായകി TD രാമകൃഷ്ണനാണ്. സുഗന്ധി, ദേവനായകി, ചോളമന്നൻ ഇവരൊക്കെയാണ് ഇതിലെ കഥാപാത്രങ്ങൾ. അടുത്ത മഞ്ഞ് MDയുടെയാണ്. വിമല, സുധീർ മിശ്ര, സർദാർജിയാണ്. കാലവും MDയുടെയാണ്. സേതുവും സുമിത്രയുമാണ് ഇതിലെ കഥാപാത്രങ്ങൾ. മതിലുകള് ബാല്യകാലസഖി, പ്രേമലേഖനം ഇവ മൂന്നും ആരുടെയാണ്? ബഷീറിന്റെയാണ്. മതിലുകൾ നമുക്കറിയാം നാരായണിയും ബഷീറുമാണ്. ബാല്യകാലസഖി മജീദും സുഹ്റയുമാണ്. പ്രേമലേഖനം സാറാമ്മയും കേശവൻ നായറുമാണ്. അതുപോലെ ഇതൊക്കെ നമ്മൾ പണ്ട് തൊട്ട് കേൾക്കുന്നതാണ്. അപ്പം ബാക്കിയുള്ള ആദ്യം പറഞ്ഞ പേരുകളൊന്നും നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല. അപ്പൊ അത് എഴുതി വെച്ച് പഠിക്കാം. അപ്പൊ നിങ്ങൾക്ക് ഇനി ഇതുപോലത്തെ വീഡിയോസ് വേണം, അതായത് ഒരിടത്തൊന്നും കിട്ടാത്ത വീഡിയോ, അല്ലെങ്കിൽ ഈ എന്തെങ്കിലും നിങ്ങൾക്ക് ഇനി വേണമെന്നുള്ള ടോപ്പിക്ക്, വേറെ കിട്ടാത്ത ടോപ്പിക് എന്തെങ്കിലും വേണമെങ്കിൽ കമന്റ് ചെയ്യുക. നമ്മൾ അത് വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഇത് കുറച്ച് മാത്രമേ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ഇനിയും ഇതിന്റെ ബാക്കി, അതായത് ഇതും കുറച്ചുകൂടി നോവലുകളും കുറച്ചുകൂടി കഥാപാത്രങ്ങളും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. നമ്മളത് വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഇത് മാത്രമല്ല, വേറെ ഏത് ടോപ്പിക്ക് വേണമെങ്കിലും താഴെ ഒന്ന് കമന്റ് ചെയ്യുക. നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ടോപ്പിക്കിന്റെ വീഡിയോ ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.